കേരളം നോക്കിക്കൊണ്ടിരുന്ന കേസിലെ വിധി വന്നു. ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ദിലീപ് പറയുന്നത് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് ഈ കേസിലേക്ക് ദിലീപ് കടന്നു വരുന്നത് എന്നാണ്. ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. ദിലീപ് പറഞ്ഞത് മഞ്ജു വാര്യർ പറഞ്ഞിടത്തു നിന്നാണ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയും ചേർന്നാണ് ക്രിമിനൽ ഗൂഢാലോചനയാണ് ദിലീപിനെതിരെയാണ് നടന്നിട്ടുള്ളത് എന്നാണ്. കോടതി 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. 7-8 പ്രതികൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. പക്ഷേ ഈ 1 തൊട്ട് 6 വരെയുള്ള പ്രതികൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ എന്തിൻ്റെ ഉദ്ദേശത്തിലാണ്, അവരുടെ മോട്ടീവ് എന്തിനായിരുന്നു ഈ അതിജീവിതയെ ഉപദ്രവിക്കേണ്ടത് എന്ന് കോടതി കണ്ടെത്തിയോ ആവോ, അതിൻ്റെ പിന്നിൽ എന്താണ് കാരണം എന്ന് കോടതി കണ്ടെത്തിയോ എന്നുള്ളത് പിന്നീട് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ പറയാൻ പറ്റൂ. പലതവണ മെമ്മറി കാർഡുകളിൽ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ എങ്ങനെയാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വാർത്തകൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടഡ് ചാനലിൽ നികേഷ് കുമാർ ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പം ദിലീപിൻ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ മഞ്ജുവിനെതിരെയൊക്കെ ആയിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് എന്നാണ്. ഭാഗ്യലക്ഷ്മി പറയുന്നത് ഈ വിധി എങ്ങനെ വന്നു എന്ന് എല്ലാവർക്കും അറിയാം, ഈ വിധിയിൽ വിശ്വസിക്കുന്നില്ല, ഇപ്പോഴും അതിജീവിതയുടെ കൂടെ തന്നെയാണ് എന്നാണ്. കോടതിയിൽ തെളിവുകളാണ് ആവശ്യം. ആ തെളിവുകൾ നൽകുന്നതിലുള്ള പര്യാപ്തമല്ലായ്കയോ കോടതിക്ക് അതിൽ തൃപ്തമല്ലാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് കോടതി വെറുതെ വിടുന്നത് എന്നുള്ളതാണ്. ഇനി ഹൈക്കോടതിയിൽ പോയാലും എന്തായിരിക്കും ഈ കേസിൻ്റെ വിധി എന്നുള്ള ഏകദേശ രൂപം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കോടതിയിലെ രഹസ്യ വിവരങ്ങൾ ചോരുന്നതും മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ 2 തവണയോ മറ്റോ മാറി എന്നതിനെക്കുറിച്ചും ഇതിനു മുൻപ് വാർത്തകളിൽ വന്നിരുന്നു. അതെങ്ങനെയാണ് കോടതിയിലെ ഇത്രയും രഹസ്യമായിട്ടുള്ള രേഖകൾ ചോരുന്നത് എന്നും അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇനി നടത്തേണ്ടത്. കോടതി ചട്ടങ്ങൾ സുതാര്യമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ചർച്ചകൾ നടക്കേണ്ടത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദിലീപിൻ്റെ സംസാരത്തിൽ നിന്നും ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. സിനിമയിലും ഇൻഡസ്ട്രിയിലും ഇനി പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് പിന്നീട് നോക്കി കാണാം.